സീസൺ എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല. എൻ്റെ ഒരു പ്രൊഡക്ഷൻ വെച്ച് ഇപ്പം സൺഡേ ഫിനാലെ വരാൻ പോവാണ്. ടോപ്പ് 5 ആരൊക്കെയായിരിക്കും വരാൻ പോവാ? അനു, നൂറുണ്ട്, അവർ ഓൾറെഡി ഉണ്ട്. പിന്നെ അനീഷ്, ഷാനവാസ്, വേറൊരാൾ ആരായിരിക്കും? അക്ബർ ഉണ്ടായിരിക്കും. നെവിനും ആദിലെ എന്തുകൊണ്ടാ 5 കാണില്ല എന്ന് പറയും? ഓ, നെവിനും ചിലപ്പോ കാണും, ആദിലൊന്നും വരില്ല. എന്തുകൊണ്ട് ആദില വരില്ല എന്ന് അത്രയ്ക്ക് ഉറപ്പിച്ച് പറയുന്നത്? അല്ല, ഇപ്പൊ എന്തെങ്കിലും ഇപ്പം കണ്ടപ്പോ എന്തെങ്കിലും ഒരു റീസൺ തോന്നിയിട്ടുണ്ടായിരിക്കുമല്ലോ പുള്ളിക്കാരി ഡിസേർവിംഗ് അല്ല എന്ന്. അവക്ക് ഇപ്പൊ കുറച്ച് ഫാൻസ് ഒക്കെ കുറഞ്ഞു, അങ്ങനെയാണ് തോന്നുന്നത്. ആരായിരിക്കും ഇതിൽ കപ്പടിക്കാൻ ചാൻസ് ഉള്ളത്? അനീഷ് തന്നെയാണ്. കട്ട ഫാനാണോ അനീഷിന്റെ? എങ്ങനെയാണ് ഇത്തവണത്തെ സീസൺ? എനിക്ക് കഴിഞ്ഞ സീസണിനെക്കാട്ടി ഇഷ്ടമായോ? ഇപ്പം ഇതിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് 7ന്റെ പണി എന്നാണല്ലോ. മത്സരാർത്ഥികൾക്ക് ഒരു 7ന്റെ പണി ബിഗ് ബോസിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും തോന്നിയില്ല. ഫസ്റ്റ് ഈ കോസ്മെറ്റിക്സ് ഒന്നും കൊടുത്തില്ലല്ലോ, അതൊരു 7ന്റെ പണിയായിരുന്നല്ലോ. അത് മാത്രമേ ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ എല്ലാം പഴയതുപോലെ. എങ്ങനെയുണ്ട് നമ്മൾ ഈ ഒരു 6 സീസൺ വെച്ച് നോക്കുമ്പോൾ ലാലേട്ടൻ കുറച്ചുകൂടെ ബെറ്റർ ആയതായിട്ട് തോന്നുന്നുണ്ടോ? ലാലേട്ടൻ അടിപൊളിയാണ്. സീസണെ പറ്റി നല്ല അഭിപ്രായമാണ്, കുഴപ്പമില്ല. എല്ലാവരും 5 ആരൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്? ടോപ്പ് 5 ഫസ്റ്റ് അനു ആയിരിക്കും. അനു, അനീഷ്, പിന്നെ ആരാ, ഷാനവാസ്, അക്ബർ. വേറൊരാളും കൂടെ ആരായിരിക്കും? ഇനി ഒരാൾ വരാന്നുണ്ടെങ്കിൽ ആദില, നൂറ, നെവിനാണ് ഉള്ളത്. അതിലാരായിരിക്കും? ആദിലയായിരിക്കും. പക്ഷെ ഹൈ ചാൻസ് കുറെ പേര് നൂറയ്ക്ക് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 2 ആഴ്ച കണ്ട വീക്കിൽ കുറച്ച് വീക്കായിരുന്നു. അപ്പോൾ അതിലാണ് കുറച്ചുകൂടെ നന്നായിട്ട് ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിൽക്കുന്നത് ആദിലയാണ്. അപ്പം സ്കില്ലിലും എങ്ങനെ എന്നാലും ആദിലയാണ് കുറച്ചുകൂടെ ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം എങ്ങനെ എന്നാലും ആദിലേ വരത്തുള്ളൂ. നെവിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? കോമഡിയാണ്. ഒരു ഗെയിമറായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരു പക്കാ ഗെയിമറായിട്ട് ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്. ഇപ്പൊ 7ന്റെ പണി എന്നാണല്ലോ ഇവിടുത്തെ ടാഗ് ലൈൻ തന്നെ. അങ്ങനെ തോന്നുന്നുണ്ടോ കണ്ടസ്റ്റൻസിന് ഒരു 7ന്റെ പണി ബിഗ് ബോസിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? 7ന്റെ പണി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ 6 സീസണും വെച്ച് നോക്കുമ്പോ 7ാമത്തെ സീസണിലെ ലാലേട്ടനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? മാസാണ്. അടിപൊളിയാണ്. ആരായിരിക്കും കപ്പ് തൂക്കാൻ ഏറ്റവും ഹൈ ചാൻസ് ഈ ടോപ്പ് 5 ആർക്കാ ഉള്ളത്? അനുമോളെ തന്നെയാണ്. എന്താ അത്ര ഉറപ്പ്? കാരണം എന്താ പറയുക, ആള് നല്ല സ്ട്രാറ്റജി ഉള്ള ആളാണ്, ഗെയിം സ്ട്രാറ്റജി ഉള്ള ആളാണ്. അതുപോലെ തന്നെ ആളുടെ എന്താ പറയുക, ബാക്കിയുള്ളവരെ പോലെ ഈ എന്താ പറയുക കുത്തിത്തിരിപ്പ്, കുന്നായ്മ, കുശുമ അങ്ങനത്തെ ഒരു സ്വഭാവം ആൾക്കില്ല. ആള് നല്ലതായിട്ട് ഗെയിം മൂവ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആൾക്ക് അങ്ങനെയാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് അനീഷ് അനുമോൾ ഒരു ലവ് കോംബോ പോയല്ലോ, അത് ഗെയിമിന്റെ ഭാഗമായിരിക്കും? അത് അല്ല അനീഷിന് ജെനുവിനായിട്ട് തോന്നിയതായിട്ടാണ്? അനീഷേട്ടൻ കറക്റ്റായിട്ട് അനീഷേട്ടൻ തോന്നിയിട്ട് തന്നെ അനീഷേട്ടൻ പറഞ്ഞ കാര്യമാണ്. അല്ലാതെ വെറുതെ ഗെയിമിൽ അല്ലെങ്കിൽ ആളെ ഒന്ന് ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതൊന്നുമല്ല. അനീഷേട്ടൻ എന്തായിരുന്നാലും ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ്. പുള്ളീൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് കോമഡി ആയിട്ടൊന്നും തോന്നിയിട്ടില്ല, നന്നായിട്ട് ജെനുവിനായിട്ട് പറഞ്ഞതാണ്. ഈ അനുമോൾക്ക് ഇപ്പൊ ഏറ്റവും വലിയ കമ്പനി ആദില, നൂറയാണല്ലോ. അവര് ഈ അനുമോളോട് കാണിക്കുന്നത് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ഫ്രണ്ട്ഷിപ്പാണ് ആണ്. പല സമയത്തും മാറിയിരുന്ന് കുറ്റം പറയാറുണ്ടല്ലോ ആദില. കുറ്റം പറയത്തെ ഇപ്പം ആരാളുള്ളത്? അത് കേട്ടിട്ടില്ലേ? 3 ഗേൾസ് കൂടിയാൽ അവിടെ എന്തായാലും 2 പേര് മാറിയാൽ ഒരാളെ കുറ്റം പറഞ്ഞിരിക്കും, അത് ഉറപ്പാണ്. അതിപ്പോൾ ആദില മാറിയ നൂറായിരുന്നാലും നൂറെ മാറിയ ആദിലായിരുന്നാലും പറഞ്ഞിരിക്കും, അത് ഉറപ്പാണ്. അതിലവരെ ഫ്രണ്ട്ഷിപ്പിനെ വിള്ളൽ ഉണ്ടാവില്ല, ഉറപ്പാണ്. ആരിന് എവിക്റ്റ് ആയത് ഫെയർ ആണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അഹങ്കാരം കൂടിയിട്ടാണ്. പോട്ടെ. ഇപ്പം ഒരു 7 മത്സരാർത്ഥികൾ മാത്രമേ ഉള്ളൂ. അനുമോള്, അക്ബർ, അനീഷ്, ഷാനവാസ്, നെവിൻ, ആദില, നൂറ. ഇതിൽ ആരൊക്കെയായിരിക്കും ടോപ്പ് 5 ഉണ്ടായിരിക്കാൻ ചാൻസ് ഉള്ളത്? 2 പേരും ഉണ്ടായിരിക്കും. ഷാനവാസ് ഉണ്ടായിരിക്കും തോന്നുന്നു. ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. നെവിനെ പറ്റി എന്താ അഭിപ്രായം? കാണത്തില്ല, ഞാൻ ബിഗ് ബോസ് കാണാറില്ല, റീൽസിലൊക്കെ ഇങ്ങനെ കാണുന്നത്. കണ്ടത് വെച്ചിട്ട് എന്ത് തോന്നുന്നു ഇത്തവണത്തെ ബിഗ് ബോസ് എങ്ങനെയുണ്ട്? കൊള്ളാം. ലാലേട്ട് എങ്ങനെയുണ്ട്? ഇപ്പൊ 6 സീസണിലും പുള്ളിക്കാരൻ അത്ര ഒരു പഞ്ചിങ്ങോ അഗ്രസീവ് അല്ല എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. ഇത്തവണത്തെ സീസണിൽ എന്ത് തോന്നുന്നു കണ്ടിട്ട്? എനിക്ക് ഞാൻ അങ്ങനെ കാണാറില്ല, പക്ഷെ എനിക്ക് കുഴപ്പമില്ല, ഓക്കെയാണ്. പക്ഷേ അതേ പറയാനുള്ളൂ. ഓക്കെ. ഈ ഷോർട്സ് ഒക്കെ കണ്ടതിൽ വെച്ചിട്ടില്ലേ, കപ്പടിക്കാൻ ഏറ്റവും കൂടുതൽ ഹൈ ചാൻസ് ആർക്കാ ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്? തോന്നുന്നത് അനുമോള് തന്നെയായിരിക്കും. 7ന്റെ പണി എന്നുള്ളൊരു ടാഗ് ലൈൻ ആണല്ലോ. കറക്റ്റ് മത്സരാർത്ഥികൾക്ക് ഒരു 7ന്റെ പണി കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്.
എന്താ ഒരു എക്സാമ്പിൾ പറയാമോ? അത് അനീഷിന് നോമിനേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അക്ബറിന് ഇത് ക്യാപ്റ്റൻ ആവാൻ പറ്റിയിട്ടില്ല. അതൊക്കെ ഒരു 7ന്റെ പണി തന്നെയാണ്. ഇപ്പൊ ഇനിയിപ്പോ ഞായറാഴ്ച ഫിനാലെ ആവാൻ പോണ്. തന്റെ ഒരു പ്രൊഡിക്ഷനിൽ ആരൊക്കെ ആയിരിക്കും ടോപ്പ് 5? ടോപ്പ് 5 അനീഷ്, അക്ബർ, നെവിൻ, അനു, പിന്നെ നൂറയായിരിക്കും. ചാൻസ് ഉണ്ട്. അതിലേക്ക് എന്തായാലും ചാൻസ് ഇല്ല. എന്താ അതിലത്ര പോരാ, അത്ര നല്ലൊരു ഗെയിമർ ഒന്നും അല്ല. കപ്പ് തൂക്കുന്നതിൽ ആരായിരിക്കും? അനീഷ്. എന്താ അത്ര കോൺഫിഡൻസ്? കാരണം കോമണറാണ്, അദ്ദേഹത്തിനെ കിട്ടും. നല്ല ഗെയിം കളിക്കുന്നുണ്ട് പുള്ളിക്കാരൻ. 2 ദിവസം മുമ്പ് ഈ അനീഷിന് അനുമോളോട് ഒരു ലവ് തോന്നിയത് ഒരു പുറത്തുനിന്ന്, അത് ജെനുവിൻ തന്നെയാണോ അതോ ഗെയിമിന്റെ ഭാഗമാണോ? ഗെയിമിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് ജെനുവിൻ ആണെന്ന് തോന്നുന്നില്ല. ഒരുപാട് പേര് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനീഷ് അനുമോൾ അവരിൽ ആരെങ്കിലും ആയിരിക്കും എന്നാണ് പറയുന്നത്. അനുമോൾക്ക് എന്തെങ്കിലും ഹൈ ചാൻസ് കാണുന്നുണ്ടോ കപ്പടിക്കാനായിട്ട്? അനു സെക്കൻഡ് ചാൻസ് കിട്ടും. ഫസ്റ്റ് റണ്ണറപ്പ് ആവാനായിരിക്കും ചാൻസ് ഉള്ളത്. എങ്ങനെ ലാലേട്ടൻ എങ്ങനെയുണ്ട് ഒരു 6 സീസൺ വെച്ച് നോക്കുമ്പോൾ? ഇതാണ് ലാലേട്ടൻ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മുഖത്ത് നോക്കി തന്നെയാണ് പറയുന്നത്, ചോദിക്കുന്നുണ്ട്. നെവിൻ എങ്ങനെയുണ്ട്? ഞാൻ സൂപ്പർ, അടിപൊളിയാണ്. ഒരു പക്ക എന്റർടൈനർ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഷാനവാസും സൂപ്പറാണ്, അടിപൊളിയാണ്. പക്ഷെ ഒരു എന്തോ സദാചാരം പോലും ആയി തീരുന്നുണ്ടെന്ന് കുറച്ച് പേര് ഫാൻസ് പറയുന്നുണ്ട്. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്കിഷ്ടമുള്ള ഒരാളാണ്, നല്ല മനുഷ്യനാണ്. ഇപ്പൊ ലാസ്റ്റ് സമയത്ത് ഇപ്പൊ അനുമോളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആദിലയും നൂറയാണല്ലോ. ഈ ആദിലയും നൂറയും അനുമോളോട് കാണിക്കുന്നത് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു സ്നേഹം അല്ല. എന്താ തോന്നുന്നത്? ഇടയ്ക്കിടയ്ക്ക് ബാക്ക് സ്റ്റെപ്പ് ചെയ്യാറുണ്ട് അനുവിന്, എനിക്കത് ഇഷ്ടമല്ല. ഈ ആര്യൻ ഇടയ്ക്ക് വെച്ചിട്ട് എവിക്റ്റ് ആയല്ലോ, അതൊരു ഫെയർ എവിക്ഷൻ അല്ല. അയാൾ ടോപ്പ് 5 വരേണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു, നല്ലൊരു ഗെയിമർ ആയിരുന്നില്ലേ? അതുപോലെ ഈ ജിസൈലിന്റെ ആ സമയത്തുള്ള അതും കറക്റ്റ് ആയിരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? നല്ല രീതിയിൽ കളിച്ച മത്സരാർത്ഥികൾ പുറത്തു പോവുകയും വോട്ടിന്റെ പ്രശ്നമായിരിക്കാം. ഈ നമ്മള് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ആരോപണം PR പലർക്കും ഉണ്ട്. PR കൊണ്ടാണ് പലരും അവിടെ നിൽക്കുന്നതെന്ന്. ഇപ്പൊ അനുമോളായിരുന്നാലും PR ഉള്ളത് കൊണ്ട് മാത്രം ഒരു മത്സരാർത്ഥികൾക്ക് ഇത്രയും ദിവസം അതിനകത്ത് നിൽക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല, അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കാം. എന്നാലും ഈ ഒരു വോട്ടിങ്ങിലൂടെ പോകുന്ന ഒരു സിസ്റ്റത്തില് ഈ PR കൊടുത്ത് ഈ മത്സരാർത്ഥികൾ കളിക്കുന്നത് ശരിയാണോ? അത് തെറ്റാണ്. എന്നാലും മൊത്തത്തിൽ ഈ സീസൺ അടിപൊളിയാണ്, സൂപ്പറാണ്. തന്റെ ഒരു പ്രഡിക്ഷനിലെ ടോപ്പ് 5 ആരൊക്കെ ആയിരിക്കും? അനുമോള് കാണും, പിന്നെ അനീഷ് കാണും, ഷാനവാസ് കാണും, നൂറ കാണും, പിന്നെ അക്ബർ ഉണ്ടായിരിക്കും. അപ്പം നെവിനും ആദിലയും പോവുകയാണെന്നല്ലോ പറയുന്നത്. എന്തുകൊണ്ടാണ് നെവിനും ആദിലയും പുറത്താകുമെന്ന് തോന്നാനുള്ള കാരണം? നെവിൻ ഓവറാണ്, ഭയങ്കര ഓവറാണ് അതിൽ. പിന്നെ അതിൽ ഇപ്പം ഫ്രണ്ട്സ് എല്ലാവരും തിരിച്ചു വന്നല്ലോ അവിടെ ഉള്ള. അവർ വന്നപ്പോഴത്തേക്ക് അനുവിനെ നല്ല രീതിയിൽ ഒറ്റപ്പെടുന്നതായിട്ട് കണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ബാക്ക് സ്റ്റാബിംഗ് ഉള്ള ഒരു പുള്ളിയെ പോലെ തോന്നുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ബിഗ് ബോസ്? കുഴപ്പമില്ല, ബട്ട് ആവശ്യമില്ലാത്ത കുറച്ച് പേര് അതിലുണ്ട്. അങ്ങനെയാണ് തോന്നുന്നത്. അപ്പൊ 7ന്റെ പണി എന്നുള്ളൊരു ടാഗ് ലൈനോടെയാണല്ലോ ഇത്തവണത്തെ ബിഗ് ബോസ് വന്നത്. കറക്റ്റ് 7ന്റെ പണി മത്സരാർത്ഥികൾക്ക് കിട്ടിയതായിട്ട് തോന്നിയോ? തുടക്കത്തിൽ മറ്റേ ഡ്രസ്സ് കൊടുക്കാതെ അത് മാത്രമേ തോന്നിയിട്ടുള്ളൂ, പിന്നെ ഒന്നും വലുതായിട്ട് അങ്ങനെ തോന്നി, അത്ര വലിയ കടുപ്പിച്ചതായിട്ടൊന്നും തോന്നിയില്ല. ലാലേട്ടൻ എങ്ങനെയുണ്ട് ഇത്തവണ? കൊള്ളാം. പക്ഷെ അനുവിനെ മാത്രം എപ്പോഴും ഇങ്ങനെ കുറ്റം വഴക്ക് പറയുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്തവണ കപ്പ് ആരായിരിക്കും അടിക്കാൻ പോകുന്നത്? അനുമോളോർ അനീഷ്, ഇവർ രണ്ടും ആർക്കെങ്കിലും ആയിരിക്കും. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് അവരൊരു തമ്മിലൊരു ലവ് ട്രാക്ക് പോയല്ലോ, അത് ജെനുവിൻ ആണെന്ന് തോന്നുന്നുണ്ടോ അതോ ഗെയിമിന്റെ ഭാഗമായിരിക്കോ? ഗെയിമിന്റെ ഭാഗമായിരിക്കും. അനീഷിന് തോന്നിയത് ആത്മാർത്ഥമായ പ്രണയമാണെന്നപ്പോ തോന്നുന്നില്ലേ? ഇല്ല, തോന്നുന്നില്ല. അതിന് 2 ദിവസങ്ങൾക്ക് മുമ്പ് നെവിൻ അനുമോളുടെ കട്ടില് ഈ വെള്ളമെടുത്ത് ഒഴിക്കുന്ന ഒരു സീൻ ഉണ്ടായല്ലോ, അത് നെവിന്റെ ആ ഒരു പ്രവൃത്തി ശരിയായിരുന്നെന്ന് തോന്നുന്നുണ്ടോ? ശരിയല്ല, ഒരിക്കലും അല്ല. പോസിബിലിറ്റി തോന്നുന്നത് രണ്ടുപേരും ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നു. നൂറ എന്തായാലും കാണുമായിരിക്കും. പിന്നെ ഷാനവാസ്, അനീഷ്, അക്ബർ കാണുമായിരിക്കും. അനുമോൾ ഉണ്ടായിരിക്കത്തില്ലേ? അനുമോള് മേബി ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നു. നെവിൻ എന്താ കാണത്തില്ലേ ടോപ്പ് 5-ല്? നെവിൻ ഗെയിമർ ആയിട്ടുള്ള എന്റർടൈനർ ആണ്, പക്ഷേ ഗെയിമർ എന്നുള്ള രീതിക്ക് ടോപ്പ് 5-ൽ എത്താൻ തോന്നുന്നില്ല. ഇപ്പൊ ഒരു ടോപ്പ് 5 5 പേരെ പറഞ്ഞല്ലോ, അതിൽ മേ ബി കപ്പടിക്കാൻ ചാൻസ് ഉള്ളത് ആർക്കായിരിക്കും? നൂറ നല്ലൊരു ചാൻസ് കാണുന്നുണ്ട്. എന്താ ടിക്കറ്റ് ഫിനാലയിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടാണ്. എങ്ങനെയുണ്ട് ഈ സീസൺ 7? എങ്ങനെയുണ്ട് ബിഗ് ബോസ്? ബാക്കിയുള്ള വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഇതാണ്, എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മളെ സീസൺ 7 തുടങ്ങിയപ്പോഴുണ്ടല്ലോ 7ന്റെ പണി എന്നാണല്ലോ ഇവര് പറഞ്ഞത്. കറക്റ്റ് 7ന്റെ പണി കണ്ടസ്റ്റൻസിന് കിട്ടിയതായിട്ട് തോന്നുന്നുണ്ടോ? ചെറുതായിട്ട് ആദ്യം കോസ്മെറ്റിക്സ് ഒക്കെ മാറ്റി വെച്ചായിരുന്നു. പിന്നെ അങ്ങനെ ജയിൽ ടാസ്ക് ഒക്കെ കുറച്ച് ടഫ് ആയിരുന്നു.
അതൊക്കെ മാത്രമാണ്. ലാലേട്ടൻ എങ്ങനെയുണ്ട്? പതിവ് പോലെ എല്ലാ സീസണും വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആയതായിട്ട് തോന്നുന്നുണ്ടോ? അതെ, കുറച്ച് ദേഷ്യപ്പെടുന്നതായിട്ട് ഷോർട്സിലൊക്കെ കാണുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല, സ്നേഹമൊക്കെ അങ്ങനെയൊക്കെ.